ഷൈനിബിന്ദുസ് വേൾഡ്. എങ്ങനെ നമുക്ക് ഇന്നൊരു ആയുർവേദ ലിബാം, അതും ചുമന്ന കളർ നൽകുന്ന ഒരു ലിബാം, ലിപ്സ്റ്റിക്കിന് പകരമായിട്ട് യൂസ് ചെയ്യുന്ന ലിബാം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നമ്മളിത് യൂസ് ചെയ്യുന്നത് ദിനേശവല്യാതി വെച്ചാണ്. ദിനേശവല്യാതി അല്ലെങ്കിൽ വേമ്പളം പട്ട. നമുക്കറിയാം ദിനേശവല്യാതി ഓയിലൊക്കെ നമുക്ക് കുഞ്ഞു മക്കൾക്ക് വരെ യൂസ് ചെയ്യുന്നതാണ്. കാരണം അതിൽ നിന്ന് ധാരാളം ബെനിഫിറ്റ്സ് കിട്ടും. കാരണം കുഞ്ഞു മക്കൾക്ക് പോലും യൂസ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് കുഞ്ഞുങ്ങളുടെ സ്കിൻ ടോൺ ഇമ്പ്രൂവ് ആവുകയും 2-3 ഷെയ്ഡൊക്കെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാകാൻ സഹായിക്കുന്നതാണ് ദിനേശവല്യാതി ഓയിൽ. അതിലുള്ള മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ ദിനേശവല്ലി എടുത്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ചുണ്ടുകളെ ലൈറ്റൻ ചെയ്യും, പിഗ്മെന്റേഷനും ഒക്കെ മാറ്റി നമ്മുടെ ചുണ്ടുകൾക്ക് ഒരു ചുമന്ന നിറം നൽകാനും ഇത് സഹായിക്കുന്നു. നമുക്കറിയാം നമ്മുടെ മുഖം ഒരാൾ നോക്കുമ്പോൾ പെട്ടെന്ന് എക്സ്പ്രസ് ആവുന്നത് എന്താ? കണ്ണുകളും ചുണ്ടുകളും. അപ്പോൾ നമ്മുടെ കണ്ണുകളും ചുണ്ടുകളും തന്നെ നല്ലൊരു ഭംഗിയായിട്ടിരുന്നാൽ തന്നെ നമ്മുടെ മുഖത്തിന് നല്ലൊരു അട്രാക്ഷനും ചുണ്ടുകൾക്കൊരു ചുവന്ന കളർ കിട്ടുമ്പോൾ നമ്മുടെ മുഖത്തിന് ഒരു ബ്രൈറ്റ്നസ് ഒക്കെ വരുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതാണ്. നേരെ വീഡിയോയിലോട്ട് പോവാം. അതിന് മുമ്പ് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാൻ ചാനൽ അതിനകത്തുള്ള കുഞ്ഞു ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അതിലാണെന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തന്നെ ഭാവിയിടുന്ന എല്ലാ വീഡിയോസ് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വേണ്ടത് നമ്മുടെ ഈ വേമ്പാളം പട്ട എന്ന് പറയും തമിഴിലൊക്കെ, മലയാളത്തിൽ ദിനേശവല്ലി എന്ന് പറയും. ഇത് ആയുർവേദ മരുന്ന് കടകളിലൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും. കണ്ടോ, ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഇതാണ് നമ്മളിന്ന് കളറിന് വേണ്ടി എടുക്കുന്നത്. മാത്രമല്ല ഇത് ദിനേശവല്ലി ഓയിലൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ സ്കിന്നിനെ ലൈറ്റൻ ചെയ്യാൻ, നമ്മുടെ കളറിനെ ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ ചെയ്യാൻ സഹായിക്കുന്ന ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ദിനേശവല്ലി, നമ്മുടെ വേമ്പാളം പട്ട. ഇതാണ് നമ്മളിന്ന് ഇത് വെച്ചാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിൻ്റെ ഓയിലെടുത്ത് അപ്പോൾ ഇത് നമുക്കൊരു നാച്ചുറലായിട്ടുള്ള പിങ്ക് കളർ നമ്മുടെ എണ്ണയ്ക്കും തരും, നമ്മുടെ ചുണ്ടുകൾക്കും ഒക്കെ നമ്മുടെ ചുണ്ടുകളെല്ലാം ലൈറ്റൻ ചെയ്യാൻ ഇത് സഹായിക്കുന്ന ഒരു തികച്ചും ആയുർവേദ ലിബാമാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ. അപ്പോൾ ഞാനിങ്ങനെ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ അത് റെഡ് കളറായിട്ട് മാറും. ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് ഡെമോ കാണിക്കാൻ വേണ്ടി കാണിക്കുന്നതാണ്. ഞാൻ ആൾറെഡി ഇതിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എണ്ണ. അപ്പോൾ നമ്മളിതിങ്ങനെ വച്ച് ഒന്ന് കുറേ നേരം ഒരു മണിക്കൂറൊക്കെ വച്ചിരിക്കുമ്പം തന്നെ ഇതിൽ നിന്ന് റെഡ് കളർ വരികയും അങ്ങനെ നമുക്ക് ആ ചുമന്ന ഒരു എണ്ണ കിട്ടുകയും ചെയ്യും. ഇതിനെ വെച്ചൊന്ന് ലൈറ്റായിട്ടൊന്ന് ഹീറ്റ് ചെയ്ത് കൊടുത്താലും നമുക്ക് ആ റെഡ് കളർ എണ്ണ കിട്ടും. അപ്പോൾ ഞാൻ ആൾറെഡി ഇവിടെ ഉണ്ടാക്കി വച്ചിട്ടുണ്ട്. ഇതിൽ ലിബാമും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിത് കാണിച്ചു തരാം. ഇത് നല്ല ഡാർക്ക് കളറ് എണ്ണയായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിൽ കുറച്ചുകൂടെ ഒരു വെളിച്ചെണ്ണ വീത്തിയാൽ നമുക്ക് നല്ലൊരു പിങ്ക് കളർ കിട്ടും. ഞാൻ കാണിച്ചു തരാം. കണ്ടോ, റെഡ് കളർ, നല്ലൊരു ഡാർക്ക് റെഡ് കളറിലാണ് ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇത് നമുക്ക് പിങ്ക് കളറ് ലിബാമും ലിപ്സ്റ്റിക്കും ഒക്കെ ഉണ്ടാക്കാം ആയുർവേദിക്ക്. അപ്പോൾ ഇതിൽ യാതൊരുവിധ കെമിക്കൽസും ഇല്ല. കണ്ടോ എണ്ണ. അപ്പോൾ ഇത് വെച്ചാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ലിബാമിനൊരു ചുമന്ന കളറും കിട്ടുകയും ചെയ്യും, നമ്മുടെ സ്കിന്നിൽ ലൈറ്റൻ ചെയ്യാനും സഹായിക്കുന്നു ചുണ്ടുകളെ. അപ്പോൾ നമുക്കിത് പ്രിപ്പറേഷൻ ചെയ്ത് തുടങ്ങാം. അത് എണ്ണ ഉണ്ടാക്കിയിരിക്കുന്നത് വന്ന് ഇതേപോലെ സാധാരണ കോക്കനട്ട് ഓയിൽ എടുത്തിട്ട് അത് നിറച്ച്, നമ്മൾ എത്ര ഓയിൽ എടുക്കുന്നോ അത് നിറച്ച് ഈ ദിനേശവല്ലി വേമ്പളം പട്ട ഇട്ട് വച്ചിരുന്ന ഒരു 2-3 ദിവസം ആകുമ്പോഴേക്കും നല്ലൊരു ഇതേപോലെ കളർ കിട്ടാൻ തുടങ്ങും. പിന്നെ ഒത്തിരി ദിവസമൊക്കെ വെച്ചിരിക്കണമെങ്കിൽ ചൂടാക്കി വെച്ചിരുന്നാൽ നമുക്ക് അതിൻ്റെ ഒരു സ്മെല്ല് മാറി കിട്ടും. ഞാനിത് ഒന്ന് ചൂടാക്കി എടുത്തു. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് തേനീച്ച മെഴുകാണ്, നമ്മുടെ ബീഫ് ഫാറ്റ്സ്. ഇത് ആയുർവേദ മരുന്നുകളിലൊക്കെ വാങ്ങാൻ കിട്ടും. ഞാൻ ഇന്ന് പ്രത്യേകിച്ച് മെഷർമെൻ്റ് ഒന്നും എടുക്കുന്നില്ല. ഒരു ഉദ്ദേശം നമുക്ക് ചെയ്യാം. കാരണം എല്ലാവരുടെ കയ്യിലും മെഷറിങ് സ്കെയിലും ഒന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് മെഷർമെൻ്റ് ഒന്നുമില്ല. നമുക്ക് കട്ടിയായി പോയാൽ കുറച്ചുകൂടെ ഓയിലോ എന്തെങ്കിലും വീണ്ടും ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതുകൊണ്ട് ഞാനൊരു ചെറിയ ക്വാണ്ടിറ്റി മാത്രമാണ് ഉണ്ടാക്കുന്നത്. കാരണം ഞാൻ ആൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നത്. കണ്ടു. അപ്പോൾ ബീഫ് ഫാറ്റ്സ് ഞാൻ ഇത്രയും എടുത്തിട്ടുണ്ട്. ഒരു ഉദ്ദേശം എടുക്കുക. അപ്പോൾ ഞാനിതിവിടെ 8 കൊടുത്തിട്ടുണ്ട്. ഞാൻ ആൾറെഡി ലിബാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ, നല്ല റെഡ് ലിബാം, നമ്മുടെ ദിനേശവല്ലി ലിബാം ഉണ്ടാക്കി വച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ചെറിയ ക്വാണ്ടിറ്റി മാത്രമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഇത്രയ്ക്ക് എടുത്തിട്ടുണ്ട്, ചെറിയ ക്വാണ്ടിറ്റി എടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ഷിയ ബട്ടറാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതും ബീഫ് ഫാറ്റ്സും ഓയിലും വച്ചു മാത്രം ഉണ്ടാക്കാം. പക്ഷേ അപ്പോൾ നമ്മൾ ഓയിൽ ഡബിൾ, നമ്മൾ എത്ര ബീഫ് ഫാറ്റ്സ് എടുക്കുന്നോ അതിനേക്കാളും ഒരു ത്രിബിളൊക്കെ ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ ഞാൻ ബീഫ് ഫാറ്റ്സ് ഷിയ ബട്ടർ കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു ശരിക്കുള്ള ലിപ് ബാം കിട്ടുന്നത്. അപ്പോൾ ഷിയ ബട്ടറും നമ്മുടെ ചുണ്ടുകളെ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യാൻ സഹായിക്കുന്നു. അപ്പോൾ ഞാനിവിടെ ഷിയ ബട്ടർ എടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ഷിയ ബട്ടർ എടുത്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, അപ്പോൾ ഇത്രയും ബീഫ് ഫാറ്റ്സ് എടുത്തിട്ടുണ്ട്, ഇത്രയും ഷിയ ബട്ടർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതിവിടേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അടുത്തായിട്ട് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ റെഡ് ഓയിലാണ്. ഇത് ഞാനിവിടെ ഒരു 2 സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഞാനിവിടെ 2 സ്പൂൺ ഒഴിച്ചു കൊടുക്കും. അപ്പോൾ ഞാനിവിടെ 2 സ്പൂൺ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇത് കുറച്ച് നല്ല ഡാർക്ക് കളറായിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ നോർമൽ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. കാരണം നല്ല ഡാർക്ക് കളർ ലിപ് ബാം നമുക്ക് കിട്ടും. അതുകൊണ്ട് സാധാരണ ഞാൻ കോക്കനട്ട് ഓയിൽ കൂടെ കുറച്ച് ഒഴിച്ചു. എനിക്കൊരു ലൈറ്റ് കളർ മതി. അത് കാരണം ഞാൻ അല്പം നോർമൽ കോക്കനട്ട് ഓയിൽ കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഏകദേശം ഒരു 2 സ്പൂൺ ഓയിൽ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇതിനെ ഡബിൾ ബോയിലർ മെത്തേഡിലൊന്ന് ഹീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി നമുക്കൊരു പാത്രത്തിൽ വെള്ളം എടുക്കാം.
കാരണം നമ്മൾ ഈ ഡെമോക്ക് എടുത്ത് വെച്ച് തന്നെ ഇങ്ങനെ അതിൻ്റെ കളറൊക്കെ എസൻസൊക്കെ ഇങ്ങനെ ഇതിൽ ഇറങ്ങാൻ തുടങ്ങി. അപ്പോൾ നിങ്ങളൊരു 2-3 മണിക്കൂറൊക്കെ വയ്ക്കുമ്പോൾ അതിൻ്റെ കളർ ഇങ്ങനെ വരും. അപ്പോൾ ഞാനിങ്ങനെ ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനെ നമുക്കൊന്ന് ഹീറ്റ് ചെയ്തെടുക്കാം. അപ്പം വെള്ളം ചൂടാവട്ടെ. ഞാൻ അതിലോട്ടൊന്ന് ഇതിനെ ഇറക്കി വെച്ച് കൊടുക്കുകയാണ്. അപ്പം വെള്ളം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഒന്ന് തീ കുറച്ച് വെച്ച് കൊടുക്കാം. ഞാൻ തീ കുറച്ച് വെച്ചിട്ടുണ്ട്. ചൂടായതിന് ശേഷം തിളച്ചതിന് ശേഷം ഇനി ഇതൊന്നെല്ലാം ഒന്ന് മെൽറ്റ് ആവട്ടെ. ഈ ഷിയ ബട്ടറും ബീസ്വാക്സും എല്ലാം കൂടെ ഒന്ന് മെൽറ്റായി വരട്ടെ. നന്നായി എല്ലാം മെൽറ്റാവാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് വിടാം. മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കുമ്പോൾ ആ ബീസ്വാക്സ് എല്ലാം ഒന്ന് നന്നായിട്ട് മെൽറ്റാവും. കണ്ടോ, കളർ കണ്ടോ? ഇനി തീ ഓഫാക്കി കൊടുക്കുകയാണ്. ഇനി ആ ചൂടിലിരുന്ന് തന്നെ എല്ലാം ഒന്ന് എല്ലാം മെൽറ്റ് ആയിട്ടുണ്ട് നന്നായിട്ട്. നമുക്കിനി ഇതിനൊരു ലിപ് ബാം ബോട്ടിലോ നിങ്ങൾക്ക് എന്തിലാണോ എന്ത് കണ്ടറിലാണോ ഒഴിച്ച് വെക്കേണ്ടത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനു മുമ്പ് ഇതിലേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും എസെൻഷ്യൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കാരണം ഇത് ദിനേശവല്ലിക്കും ഒരു സ്മെല്ല് വരും. അതിൻ്റെതായ ഒരു മണമുണ്ട്. അത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ഇഷ്ടമില്ലാത്തവർക്ക് എന്തെങ്കിലും ഒരു എസെൻഷ്യൽ ഓയിലിന് ഒരു തുള്ളി ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഒഴിച്ചു കൊടുക്കുന്നില്ല. കാരണം എനിക്കിതിൻ്റെ സ്മെല്ലൊന്നും അങ്ങനെ ഒരു പ്രശ്നം ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നില്ല. അപ്പോൾ ചെറിയ ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കുക. എങ്കിൽ മാത്രം, അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് അത് കട്ടിയാവാൻ തുടങ്ങും. അപ്പോൾ ഞാനിങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പം ഞാനിങ്ങനെ നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു അരമണിക്കൂർ റൂം ടെമ്പറേച്ചറിൽ തന്നെ വെച്ചിരുന്നാൽ മതി. നമുക്ക് സെറ്റാവും. ഇല്ല നിങ്ങൾക്ക് ഉടനെ വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വയ്ക്കുക. അപ്പോൾ ഞാൻ ഇവിടെ റൂം ടെമ്പറേച്ചറിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ബാലൻസ് ഉള്ളത് ഞാൻ ആൾറെഡി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ഒഴിച്ചു വയ്ക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചുവന്ന ലിപ് ബാം ഇവിടെ റെഡിയാണ്. അതുപോലെ തന്നെ ഞാനൊരു ലിപ്സ്റ്റിക്ക് കണ്ടെയ്നറിലോട്ട് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. കാണാൻ പറ്റുന്നുണ്ട്. ഇത് നമ്മൾ ലിപ്സ്റ്റിക്കായിട്ടും ഇങ്ങനെ എടുത്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് നമുക്ക് ഇതിലൊക്കെ വച്ചിരുന്നാൽ നമുക്ക് ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ എടുത്തിട്ട് പോകാൻ ഈസി ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഉപയോഗിച്ച് എല്ലാവരുടെയും ചുണ്ടുകളെ സുന്ദരമാക്കുക. അപ്പോൾ ഇത്രയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റാ.